വിനീതിൻ്റെ പേരിൽ ഞാനിപ്പോൾ ഒരു 25,000 റുപ്പീസ് ഗൂഗിൾ പേ ചെയ്യുന്നുണ്ട്. ഇത്തവണ കുറച്ച് കൂടുതൽ ഞാൻ തരുന്നു, കാരണം ഞാനിപ്പം പോകാൻ പോവുകയാണ് പറഞ്ഞത്, അതുകൊണ്ടാണ്. കാരണം അവന് കൈവെള്ളം എടുത്തുകൊണ്ട് നടന്നൊരു വ്യക്തിയാണ് ഞാൻ. എന്നിട്ട് ഈ രീതിയിൽ തന്നെ മാനസിക പിരിമുറുക്കം നടത്തി മരണത്തിന്റെ വക്കിൽ വരെ എത്തിക്കാൻ അവനെ കൊണ്ടേ കഴിയുള്ളൂ. അദ്ദേഹത്തിൻ്റെ മരണം നാടിന് തന്നെ ഒരു ഭയങ്കര ഒരു ആഘാതമാണ്. കാരണം അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. സുഹൃത്തുക്കളിൽ നിന്നുമുള്ള മാനസിക പീഡനത്തെ തുടർന്ന് അഭിഭാഷകൻ ആത്മഹത്യ ചെയ്തു. വാമനപുരം അമ്പിളി ഹില്ലിൽ VS അനിൽകുമാറാണ് സുഹൃത്തുക്കളിൽ നിന്നുമുള്ള മാനസിക പീഡനത്തിൽ മനംനൊന്ത് ആത്മഹത്യ ചെയ്തത്. 60 വയസ്സായിരുന്നു. ആത്മഹത്യയ്ക്ക് തൊട്ടുമുമ്പായി സുനിൽകുമാർ ഒരു സുഹൃത്തിനയച്ച വാട്സാപ്പ് സന്ദേശവും വിസ്മയാന്യൂസിന് ലഭിച്ചു. വിനീത് മാത്രമല്ല, വിനീത്, സാജു, ചിലപ്പോൾ എൻ്റെ ഉണ്ണി, പിന്നെ ആരൊക്കെ നിങ്ങളുടെ കമ്മിറ്റിയിലുണ്ടെന്ന് എനിക്കറിയില്ല. നമ്മുടെ അളക്കുന്ന ഉണ്ണിയുണ്ടോ, നമ്മൾ കുറുപ്പനിയുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. എല്ലാവർക്കും വേണ്ടിയാണ് ഞാനീ പറയുന്നത്. തുണത്ത ഉത്സവത്തിന് വേണ്ടി ഞാനിപ്പോൾ വിനീതിൻ്റെ ഉത്സവത്തിന് വേണ്ടിയല്ലേ വിനീതിൻ്റെ പേരിൽ ഞാനിപ്പോൾ ഒരു 25,000 റുപ്പീസ് ഗൂഗിൾ പേ ചെയ്യുന്നുണ്ട്. അതിൽ 20,000 റുപ്പീസ് ഉത്സവത്തിന് വേണ്ടിയുള്ള എൻ്റെ കോൺട്രിബ്യൂഷനാണ്. കഴിഞ്ഞ തവണ വിഷ്ണു VR നായരാണല്ലോ വന്ന് മിനിമം 10,000 രൂപയെങ്കിലും തരണം എന്ന് പറഞ്ഞിട്ട് ഞാനത് അന്ന് തന്നത്. തുണ കുറച്ച് കൂടുതൽ ഞാൻ തരുന്നു, കാരണം ഞാനിപ്പം പോകാൻ പോവുകയാണ് ഇവിടെ, അതുകൊണ്ടാണ്. പിന്നെ ഒരു 5,000 റുപ്പീസ് എക്സ്ട്രാ ഉണ്ട്. നിങ്ങൾ ഒരു കാര്യം ചെയ്തു, അധികം വിഷ്ണു VR നായർ ഐല്യം നക്ഷത്രം മേച്ചേരി വീട്ടിൻ്റെ പേരിൽ ഒരു വഴിപാടോ അങ്ങനെ എന്തെങ്കിലും നടത്തുക. അവന് പാവങ്ങളൊന്നും കിട്ടാതിരിക്കത്തക്ക രീതിയിൽ എന്തെങ്കിലും ഒരു പൂജ ചെയ്തേക്ക്. കാരണം നിങ്ങൾക്കറിയാലോ, സാജുവിനും വിനീതിനൊക്കെ അറിയാം, കഴിഞ്ഞ 2-3 വർഷമായിട്ട് കുറച്ച് നാളായിട്ട് അവനെ ഒരു മോനെ പോലെ ഞാനിങ്ങനെ കൊണ്ട് നടക്കുക. അവൻ ആവശ്യപ്പെടുന്നത് എന്തും ഞാൻ എപ്പോൾ സാധിച്ചു കൊടുക്കും, ആ രീതിയിലായിരുന്നു. എത്ര അതിന് ലക്ഷങ്ങളോ അങ്ങനെയൊന്നും ഞാൻ നോക്കാറില്ലായിരുന്നു. കാരണം അത്രയ്ക്ക് എൻ്റെ മക്കളൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അവനെ ഞാൻ അത്ര മോനെ പോലെ കൊണ്ട് നടന്നതാണ്. അവനും അത് കണക്കുള്ള സ്നേഹമായിരുന്നു. പക്ഷേ അവൻ എന്നെ ഭയങ്കരമായിട്ട് ചതിച്ചു കളഞ്ഞു. ഞാൻ ഉദ്ദേശിക്കുന്നത് സാമ്പത്തികമായിട്ടുള്ള ചതിയല്ല, അതെനിക്കൊരു കിട്ടുന്ന കാശ് അത്രയും ചിലവാക്കുന്നൊരു വ്യക്തിയോണ്ട് എനിക്ക് ഞാനതൊരു പ്രശ്നമാക്കി, വാശുണ്ടായിട്ടില്ല, പ്രശ്നമാക്കി എടുക്കുന്നില്ല. മാനസികമായിട്ട് ചതിച്ചു. അവനും അവൻ്റെ കൂട്ടുകാരനും ഒരു പയ്യനിപ്പോൾ ഇപ്പോഴും അവൻ്റെ കൂടെ ഒരു ക്ലിമാൻഡുള്ള ഒരു പയ്യൻ. ഇപ്പം അവൻ്റെ മേച്ചൽപ്പുറം എന്ന് പറയുന്ന ആ പയ്യൻ്റെ മാമനൊക്കെയാണ്. ആ പയ്യൻ്റെ മാമനും ഒരു അഡ്വക്കേറ്റാണ്. അപ്പം അങ്ങോട്ടാണ്. അതുകൊണ്ടാണ് അവൻ എന്നെ ഈ രീതിയിലൊക്കെ വളരെ മോശമായിട്ട് ഹരാസ് ചെയ്യുകയും പലപ്പോഴും വീട്ടിൽ വന്ന് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുകയും. ഞാൻ ഇത്രയും നാളും എൻ്റെ ലൈഫിൽ ആരും എന്നെ ഇതുവരെയും അങ്ങനെ മോശമായിട്ടൊരു വാക്കുപോലും പറഞ്ഞില്ല. അത്ര സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വാക്കുകൾ, കാരണം അതൊന്നും പറയാൻ കൊള്ളാത്ത രീതിയിലുള്ള വാക്കുകളൊക്കെ എൻ്റെ മേലെ ചൊരിയുകയൊക്കെ ചെയ്തു. പിന്നെ എൻ്റെ എൻറോൾമെൻറ്റിന് അവൻ്റെ കൂട്ടുകാരെയും കൊണ്ടുപോകണം, അവരെ നല്ല റിസോർട്ടിൽ താമസിപ്പിക്കണമൊക്കെ എന്ന് പറഞ്ഞു. ലക്ഷങ്ങൾ മുടക്കിയാണ് ഞാൻ കൊണ്ടുപോയി. പക്ഷേ എന്തോ പ്രശ്നമായി തിരിച്ചു വരുന്ന സമയത്ത് അവന്മാരെ കൂടെ എന്നെ ഒറ്റുകൊടുത്തു, പോലീസിന് ഒറ്റുകൊടുത്തു. ജീവിതത്തിൽ ആദ്യമായിട്ടൊരു പ്രതിയായിട്ട് പോലീസിൻ്റെ കൂടെ പോയി. ഹോസ്പിറ്റല് ഡ്രങ്കൻ ഡ്രൈവ് എന്നും പറഞ്ഞ, പിന്നെ എവിടെയാ കോടതി, അങ്ങനെ പോയി. എന്നിട്ടും അവൻ്റെ അടുത്ത് എനിക്ക് അത്ര ഒരു ഇത് തോന്നിയില്ല, അത്ര ഒരു വിരോധം തോന്നിയില്ല. പിന്നെ ഞാൻ അവനെ സ്നേഹിക്കുക തന്നെ ചെയ്ത്, വീണ്ടും അവന് വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു കൊടുത്തുകൊണ്ടേ തന്നെ ഇരുന്നു. പക്ഷേ ഒരു രക്ഷയില്ല. പിന്നെ അവന് പുതിയ മേഖല കിട്ടിയുണ്ടായിരിക്കും, വന്ന് ഷൗട്ടിങ്ങും മാനസികമായിട്ട് ഒരുപാട് പിരിമുറുക്കങ്ങൾ ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ്. അങ്ങനെ ഞാൻ ഒരു ഓഫീസിൽ കൊണ്ട് ഞാനാണ് ആക്കിയത്. അതേ ഓഫീസിൽ തന്നെ ഞാൻ ചെയ്തു. പക്ഷെ അക്ഷരാർത്ഥത്തിൽ അവനും അവൻ്റെ കൂട്ടുകാരനും കൂടെ എന്നെ അവിടെ നിന്ന് പുകച്ച് പുറത്തിയടിക്കുകയാണ് ചെയ്തത്, പല കള്ളക്കളികളിലൂടെ. എന്ന് വെച്ചാൽ എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിപ്പോയി. അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞ പുറത്ത് അടിച്ചു എന്ന് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പം 2 ദിവസത്തിന് മുമ്പ് ഒരു ദിവസം അവനും മറ്റേ ക്ലിമൻ്റത്തെ പയ്യനും ഒരു 3-4 ആൾക്കാരും കൂടെ മിഡ് നൈറ്റിൽ ഇവിടെ എൻ്റെ വീട്ടിൽ വന്ന് കയറി. ഇനി പറയാനൊരു കാര്യമില്ല, എന്തൊക്കെയോ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മരണം നാടിന് തന്നെ ഒരു ഭയങ്കര ഒരു ആഘാതമാണ്. കാരണം അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. എല്ലാവരോടും നല്ല ബഹുമാനത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും പെരുമാറുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. വേറെ പ്രശ്നങ്ങളോ ഒന്നുമില്ലാത്തൊരു മനുഷ്യനാണ്. പിന്നെ രാത്രി നമുക്കൊരു മെസ്സേജ് വന്നിരുന്നു 2 മണിക്ക്. അത് രാവിലെയാണ് കാണുന്നത്. അത് കേട്ടപ്പം അദ്ദേഹത്തിന് മനസ്സിന് താങ്ങാനാവാത്തൊരു ആഘാതം ഉണ്ടായ ഒരു പ്രശ്നം എന്തോ ഉണ്ടായി കാണും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ആ മെസ്സേജ് ഇട്ടത്. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരുമായിട്ടുള്ള ഒരു വിഷയമാണ് എന്നാണ് തോന്നുന്നത്. എന്തായാലും അതിനെപ്പറ്റി കൂടുതൽ പോലീസ് അന്വേഷിക്കുമെന്ന് തോന്നുന്നു. ബാക്കി കാര്യങ്ങളൊക്കെ പോലീസ് വന്നിട്ടുണ്ട്, അതിൻ്റെ അന്വേഷണമൊക്കെ നടത്തുമെന്നാണ് വിശ്വസിക്കുന്നത്. അറിയില്ല,
അടുത്ത ദിവസമൊക്കെ അങ്ങനെ തന്നെയാണ്. അടുത്തു ഇങ്ങനെ ഇത്രയും എന്നെ മാനസികമായിട്ട് ചതിക്കും എന്ന് ഞാൻ പറ്റുന്നില്ല, എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. എനിക്ക് എൻ്റെ കംപ്ലീറ്റ് എന്നെ മാനം കെടുത്തി കളഞ്ഞൊരവസ്ഥയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഇവിടെ വിട്ട് പോവുകയാണ്, നിങ്ങളും ഒന്ന് അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ്. കാരണം ഇവൻ കാരണം അവനെ കൈവെള്ള എടുത്തുകൊണ്ട് നടന്നൊരു വ്യക്തിയാണ് ഞാൻ. എന്നിട്ട് ഈ രീതിയിൽ എന്നെ മാനസിക പിരിമുറുക്കം നടത്തി മരണത്തിന്റെ വക്കിൽ വരെ എത്തിക്കാൻ അവനെ കൊണ്ടേ കഴിയുള്ളൂ. അറിയില്ല, എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് തോന്നി ഞാൻ പറയുന്നതാണ്. ശരി, ഓക്കെ, ഞാൻ എന്തായാലും എൻ്റെ കോൺട്രിബ്യൂഷൻ തന്നിട്ടുണ്ട്. ഓക്കെ.